ബേസിക്കലി എന്റർപ്രണേഴ്സ് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ലീഡ് എന്നാണ്. പക്ഷെ ലീഡ് വന്നു കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ആ ലീഡിനെ എങ്ങനെയാണ് ഇപ്പോൾ MQL നമ്മൾ പറയുന്നുണ്ട്, പിന്നെ പറയുന്നതാണ് SQL പറയുന്ന ഒരു ആക്ടിവിറ്റി, സെയിൽസ് ക്വാളിഫൈഡ് ലീഡ്സ്. ആ ലീഡിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട രീതികൾ പലപ്പോഴും പ്രോപ്പർ അല്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമീസിലും ഇപ്പോഴും പഠിപ്പിച്ചു കൊടുക്കും മറ്റേ അവയർനെസ്. അവർ പിന്നെ അവസാനം നമ്മൾ സെയിൽസ് വഴിയുള്ള ആ ഒരു ഫണലുണ്ടല്ലോ, ഇത് വളരെ പണ്ട് ഡെവലപ്പ് ചെയ്തൊരു കൺസെപ്റ്റാണ്. അധികം ആൾക്കാർക്ക് വലിയ ധാരണയില്ലാത്തൊരു മേഖലയാണ് SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. കാശ് കൊടുക്കുന്നു, അത് പുറകെയായി പോകുന്നു, ഇതിനപ്പുറത്തേക്ക് ആർക്കൊന്നുമില്ല. നമുക്കൊരിക്കലും ഈ ബ്ലെയിം ഗെയിംസ് കൊണ്ട് പ്രയോജനമില്ല. കാര്യം സെയിൽസ് എന്ന് പറയുന്നൊരു സംഭവം ഡെയിലി നടന്നുകൊണ്ടിരിക്കണം. ഈ നടക്കുന്നതിനോടൊപ്പം തന്നെ വേണം ഇതിലുള്ള കറക്ഷൻസും ക്രിയേറ്റ് ചെയ്യാൻ. അതായത് ഒരു വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രോബ്ലംസിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണം. ശരിക്കും നമ്മുടെ പ്രോഗ്രാമിൽ ഇതിനെ എങ്ങനെയാണ് എന്താണ് ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്കം? എല്ലാ ഓൺടർപ്രണേഴ്സിൻ്റെയും വലിയൊരു പ്രശ്നമാണ് ലീഡ്സ്. പലപ്പോഴും ലീഡ്സ് കിട്ടാറുണ്ട്, ക്വാളിറ്റി ലീഡ്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി അഥവാ ക്വാളിറ്റി ലീഡ്സ് കിട്ടിയാൽ പോലും അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ലീഡ്സിൽ നിന്ന് സെയിൽസ് കൺവേർഷൻ കൊണ്ടുവരാൻ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഫ്ലൈറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മൾ മൂന്നുപേരും സംസാരിക്കുമ്പോൾ ജീവൻ എല്ലാവർക്കും അറിയായിരിക്കും. ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ലീഡ് ജനറേറ്റ് ചെയ്യാൻ, ആ ലീഡ്സ് കൺവേർട്ട് ചെയ്യാനൊക്കെ എങ്ങനെയായിരിക്കണം എന്നുള്ളതും ആ ലീഡ്സിൻ്റെ ക്വാളിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്നൊക്കെ പഠിപ്പിക്കുന്ന ആളാണ്. പ്രഷോപ്പിലേക്ക് വരുമ്പോൾ പ്രഷോപ്പ് ബേസിക്കലി ചെയ്യുന്നത് ലീഡിനെ സെയിലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ സെയിൽസ് കൺവേർഷൻ എങ്ങനെ ഹൈ അല്ലെങ്കിൽ 2% സെയിൽസിനെ എങ്ങനെ 10% കൺവേർഷനിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ 15% കൊണ്ടുവരാം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചെയ്യുമ്പോൾ ശരിക്കും ഒരു കില്ലർ കോംബോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ക്വാളിറ്റി ലീഡ്സിനെ കുറിച്ചും സെയിൽസിനെ കുറിച്ചും നിങ്ങൾ ട്രെയിൻ ചെയ്യും. എന്താണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഒരു ലേഡി എന്നെ കണക്ട് ചെയ്തു. എന്തോ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ എന്തോ ഡൗട്ടൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്, ബ്രാൻഡിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നാൽ ഇങ്ങനെ ചെയ്ത് നോക്കുന്നതിന് കുറച്ച് സംഭവങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല സാർ, ഞാനിപ്പോൾ അവയർനെസ് മാത്രമാണ് നോക്കുന്നത്, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചതാണ്, എനിക്ക് ഫുൾ അവയർനെസ് കാര്യങ്ങളാണ് നോക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് വേറെ ഇതൊന്നും ചെയ്യുന്നില്ല, ഇനി കുറച്ച് മാസങ്ങൾ അവയർനെസ് ആണെന്നാണ് പറഞ്ഞത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമീസിലും ഇപ്പോഴും പഠിപ്പിച്ചു കൊടുക്കും മറ്റേ അവയർനെസ്. അവർ പിന്നെ അവസാനം നമ്മൾ സെയിൽസ് വഴിയുള്ള ആ ഒരു ഫണലുണ്ടല്ലോ, ഇത് വളരെ പണ്ട് ഡെവലപ്പ് ചെയ്തൊരു കൺസെപ്റ്റാണ്. ഇത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പോഴും നമുക്കത് പലതും വർക്കൗട്ട് ആവുന്ന സാധനമാണ്. പക്ഷേ ഗൂഗിളിൻ്റെ പുതിയ ഒരു സ്റ്റഡി ഉണ്ട്, മെസ്സി മിഡിൽ എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് പറയുന്നത് നമ്മൾ ഇങ്ങനെയൊന്നുമല്ല ഇപ്പോഴത്തെ ആൾക്കാർ, ഇപ്പോഴത്തെ ഒരു പർച്ചേസിങ് ലൂപ്പ് എന്ന് പറയുന്ന സാധനം. ഒരു പോഡ്കാസ്റ്റ് ചെയ്യാനുള്ള ഒരു മൈക്ക് പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. അപ്പോൾ നമ്മൾ അവരുടെ പേജ് പോയി നോക്കി, ഫോളോ ചെയ്തു, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി, നമ്മൾ യൂട്യൂബ് എടുത്ത് റിവ്യൂ നോക്കി, ChatGPT പോയി ചോദിച്ചു, എന്നിട്ട് ഇത് കമൻസ് നോക്കിയിട്ട് ചിലപ്പം അതിനകത്ത് യൂസ് ചെയ്ത ആൾക്കാരോട് സജഷൻസ് ചോദിച്ചു, അത് നമുക്കറിയുന്ന ഫ്രണ്ട്സിനോട് നമ്മൾ ചോദിക്കും, കുറേ കാലം ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇതൊന്നും ഒരു പണ്ടത്തെ പോലത്തെ ഒരു ഫണൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു മെസ്സി മിഡിലാണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കാം. ട്രസ്റ്റ് എക്കോ സിസ്റ്റം ഇവിടെ എല്ലാം ബിൽഡ് ചെയ്ത് വെക്കാം. അവയർനെസ് കൊണ്ട് ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രം ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കി വെച്ചാൽ അത് മാത്രം കുറേ നാൾ ഓഫ്കോഴ്സ് ചിലപ്പോൾ വർക്ക് ചെയ്യുമായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇങ്ങനൊരു ട്രസ്റ്റ് എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്ത് വെക്കണം. ഈ ട്രസ്റ്റ് എക്കോ സിസ്റ്റത്തിൽ നിന്ന് മാത്രം നമുക്കൊരു ക്വാളിറ്റി ലീഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അല്ലാത്ത പക്ഷം ഈ ലീഡ് ചിലപ്പം ആരെങ്കിലും എന്തെങ്കിലും എൻക്വയറി ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ നമ്മളൊരു മെഡിക്കൽ കോഴ്സിൻ്റെ മാർക്കറ്റിംഗ് നടക്കുമ്പോൾ ഇത് മറ്റേ മെഡിക്കൽ ലബോറട്ടറി ആണോ എന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ ലീഡ് എൻക്വയറി വരിക. അപ്പം അത്തരത്തിലൊരു സിസ്റ്റം നമ്മൾ കൃത്യമായിട്ട് ബിൽഡ് ചെയ്യണം. ഈ ബേസിക്കലി എന്റർപ്രണേഴ്സ് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ലീഡ് എന്നാണ്. അതായത് നമ്മുടെ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിനുമായിട്ട് ഈ വ്യക്തി ഇൻട്രാക്ട് ചെയ്തു, അയാൾ ഇതുവരെ പർച്ചേസ് നടത്തിയിട്ടില്ല, അപ്പം അയാളോട് സംസാരിക്കാനുള്ള ഒരു പെർമിഷൻ നമുക്ക് കിട്ടി, ഇതാണ് ലീഡ്. അപ്പോൾ ഇദ്ദേഹം ഇതിൽ ക്വാളിഫൈഡ് ആണ്, അതായത് ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ ഇയാൾ കൃത്യമായിട്ട് നമ്മുടെ ഓഡിയൻസ് ആണോ എന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കുക. അതായത് നമ്മൾ ആർക്കാണ് ഇത് സെല്ല് ചെയ്യുന്നത് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം ഇദ്ദേഹം അത്രയും ക്വാളിഫൈഡ് ആയിട്ട് നമ്മൾ സെയിൽസിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു ടച്ച് പോയിൻ്റാണ്, അതായത് നമുക്ക് ഇദ്ദേഹത്തോട് സംസാരിക്കാനുള്ള പെർമിഷൻ കിട്ടി, റൈറ്റ്. ഇനി സെയിൽസിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ അയാളെ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാം. അതെനിക്ക് തോന്നുന്നു പ്രഷോപ്പിലേക്ക് കുറച്ചും കൂടെ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താ ചെയ്താൽ എങ്ങനെ കേട്ടോ ലീഡ് കുറേ വരും. കുറേ ആൾക്കാർ ലീഡായിരിക്കുമ്പോൾ തന്നെ മരിച്ചു പോകും. കുറേ ആൾക്കാർ ലീഡ് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ നിനക്കൊരു പ്രോസ്പെക്റ്റ് ആവും.
പ്രോസ്പെക്ട് ചെയ്ത് ഇൻട്രസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയും. കുറെ ആൾക്കാർ പ്രോസ്പെക്ട് ആയിരിക്കുമ്പോൾ മരിച്ചു പോകും. ഈ 2 മരണം വരെ ജീവിക്കുന്ന ഫെയിലാവുന്നെന്ന് പറയും. അപ്പൊ ഈ 2 മരണത്തെ എങ്ങനെ ശരിക്കും അത് ജീവിക്കുന്നതാക്കിക്കണം, ഈ പെർസെന്റേജ് എങ്ങനെ എഗ്രീസ് ചെയ്യാൻ പറ്റും? കമ്പനീസിൽ കൺസൾട്ടിങ്ങിലൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഇവിടെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ റിപ്പോർട്ട്സ് ആദ്യം ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഫസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്ന്. രണ്ടാമത് ഇവരുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവരുടെ ടീമായിട്ട് സംസാരിക്കും. ആ സംസാരിക്കുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് ഇവരുടെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ പലപ്പോഴും പല കമ്പനീസിലും റെക്കോർഡിങ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്, പക്ഷെ ഇതൊന്നും ആരും കേൾക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സെയിൽസിൻ്റെ ഒരു പ്രോസസ്സ് ഒരു ഇഗ്നോറൻറ്റ് പോലെയാണ്. അതായത് ഇതിലോട്ട് ആരും ഇറങ്ങി ചെല്ലുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭയങ്കര ഹാർഡ് ടാസ്ക് ആണ്. അത്ര എളുപ്പമല്ല ഒരു സെയിൽസ് ആക്ടിവിറ്റിയിൽ ഇറങ്ങി കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുവരാൻ. നമ്മൾ അഴുക്കാവും ഫുള്ളി. അതാണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ. കാരണം ഹൈ പ്രഷറാണ്. ഓക്കെ, ഇതെല്ലാം ഇതിൻ്റെ ഒരു ഫാക്ടറാണ്. പക്ഷേ കുറച്ച് നല്ല രീതിയിൽ ഇതിനെ പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ ഇതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് അവരെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ റിസൾട്ട് വരാനായിട്ട് വലിയ പാടില്ല. പക്ഷേ ഇത് ചെയ്യാനായിട്ട് ഒരാൾ ഇറങ്ങിത്തിരിക്കണം എന്ന് മാത്രം. പലപ്പോഴും ഇതിൽ ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാർ പകുതി വെച്ച് ഇട്ടിട്ട് പോകുന്ന സിറ്റുവേഷൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ലീഡ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനൊരു വലിയ ടാസ്ക്കാണ് നല്ല ലീഡിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. ഓൾമോസ്റ്റ് എല്ലാ ഇൻഡസ്ട്രിയും കോമ്പറ്റീറ്റീവാണ്. അപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ലീഡ് ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ ഒരു ഹൈ ടാസ്ക്കാണ്. പക്ഷേ നല്ല ടെക്നിക്കൽ നോളജ് ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നടക്കും. അതില്ലാത്തതിൻ്റെ ഇഷ്യൂസ് മറ്റൊരു സൈഡിലുണ്ട്. അതിപ്പോൾ ജീവൻ ഓൾറെഡി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ലീഡ് വന്നു കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ആ ലീഡിനെ എങ്ങനെയാണ്, ഇപ്പോൾ MQL എന്ന് നമ്മൾ പറയുന്നുണ്ട്, പിന്നെ പറയുന്നതാണ് SQL പറയുന്നൊരു ആക്ടിവിറ്റി, സെയിൽസ് ക്വാളിഫൈഡ് ലീഡ്സ്. ഈ സെയിൽസ് ക്വാളിഫൈഡ് ലീഡ്സ് എന്ന് വന്ന് ആ ലീഡിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട രീതികൾ പലപ്പോഴും പ്രോപ്പറല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ നല്ല ക്വാളിറ്റി ലീഡുകൾ പോലും മരിച്ചു പോകേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം? ഇപ്പോൾ പല ടെക്നിക്സ് ഉണ്ട്. ഇപ്പോൾ ബാൻഡ് സ്കോർ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ടെക്നിക്കാണ്. ബാൻഡ് എന്ന് പറഞ്ഞാൽ BANT, ബഡ്ജറ്റ് അറിയണം, പിന്നെ ഇതിൻ്റെ അതോറിറ്റി, ഇതിൻ്റെ നീഡ്, ഇതിൻ്റെ ഒരു ടൈം ലൈൻ. ഇത് ഒരു ബേസിക് ടെക്നിക്കാണ്, വൺ ഓഫ് ദി ടെക്നിക്സ് ആണെന്ന് പറയാം. ഇതൊന്നും ആരും പ്രത്യേകിച്ച് ഫോളോ ചെയ്യുന്നില്ല. ഇതൊക്കെ പലർക്കും അറിയാമെങ്കിൽ പോലും നമ്മൾ പറഞ്ഞു വരുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതൊരു പ്രോസസ്സായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പല കമ്പനീസിലും നടക്കുന്നില്ല. അതുകൊണ്ടാണ് നല്ല ലീഡ്സും ഇതിൻ്റെ ഇടയിൽ മരിക്കുന്നുണ്ട്. മോശം ലീഡ്സ് വരുന്നതിൻ്റെ സിറ്റുവേഷൻ മറ്റൊന്നാണ്. പക്ഷെ നല്ല ലീഡ്സ്, ഒരുപാട് ലീഡ്സുകൾ ഇതിനിടയിൽ മരിക്കുന്നുണ്ട്. പിന്നെ ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഫോളോ അപ്പ് എന്ന് പറയുന്ന ആക്ടിവിറ്റി പലപ്പോഴും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ഇവർ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞ കേസുകൾ പോലും പലവരും തിരിച്ച് വിളിക്കുന്നില്ല. നമ്മൾ ചോദിക്കുമ്പോൾ ഇതിന് പല റീസൺസ് ഉണ്ട്. റീസൺസ് ഒബ്വിയസ്ലി വരുന്നുണ്ടാവും. അപ്പോൾ പുതിയ ലീഡ്സ് വന്നു, അതിൻ്റെ പുറകിലായിരുന്നു. കുറച്ച് ലീഡ്സ് അധികം വന്നു, അപ്പോൾ അതിൽ കോള് പോയി. പക്ഷേ ഒരു ഫോളോ അപ്പ് മിസ്സാക്കുന്നത് കൊണ്ട് തന്നെ പോകുന്ന ഒരുപാട് ക്വാളിറ്റി ലീഡ്സ് ഉണ്ട്. സോ അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള റിവ്യൂ നടത്തി അതിൻ്റെ ടൂൾസും ടെക്നിക്സൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഞാനിപ്പോൾ ഈ ഒരു സെയിൽസിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ പെട്ടെന്ന് ജീവനിലേക്ക് തിരിച്ചു വരുമ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നിയൊരു കാര്യം, നമ്മളൊരു ക്ലയൻറ്റിനെ ജീവിതം യാത്ര ചെയ്യും. അപ്പോൾ അധികം ആൾക്കാർക്ക് വലിയ ധാരണ ഇല്ലാത്തൊരു മേഖലയാണ് SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. കാശ് കൊടുക്കുന്നു, അത് പുകയായി പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ആർക്കൊന്നും അറിയില്ല. അപ്പം ഇതിൻ്റെ വലിയ പ്രോബ്ലം കൊണ്ട് ക്ലയൻറ്റ് വന്നപ്പോൾ ജീവൻ ഒരു ഡീറ്റെയിൽഡ് ഒരു 10-20 പേജുള്ള വലിയൊരു റിപ്പോർട്ടൊക്കെ ഇട്ടുണ്ട്. ഇതാണ്, ഇതൊരു വർഷം കൊണ്ട് ചെയ്താൽ ഇത് സോൾവ് ആകും എന്നൊക്കെ പറഞ്ഞു വലിയൊരു റിപ്പോർട്ട്. അപ്പം ഞാനിതിങ്ങനെ പഠിച്ചപ്പോൾ വളരെ ഇമ്പ്രസീവായിട്ട് തോന്നി. എന്താണ് ശരിക്കും ഈ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിലൂടെ വരുന്ന ലീഡ്സ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോസിബിലിറ്റി? സാധാരണഗതിയിൽ ഈ ഒരു ലീഡ് അല്ലെങ്കിൽ നമ്മൾ ആഡ് കൊടുത്തിട്ടൊരു ലീഡ് വരുന്നു, സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫോൺ വിളിച്ച് ഇതൊക്കെ സംസാരിച്ച് ഇങ്ങനെ ക്ലോസ് ചെയ്യണം. ഇത് നമുക്ക് ആ ഒരു എക്സ്പെൻസ് ഒന്നും ഇല്ലാണ്ട് ഓർഗാനിക്കായിട്ട് അവർ തന്നെ സെർച്ച് ചെയ്ത് വരുന്ന ഒരാളാണ്. അത് നമ്മളിപ്പോൾ ഒരു സ്വർണ്ണക്കടയിൽ നിൽക്കുന്ന സെയിൽസ്മാൻ്റെ വേണ്ടി പലപ്പോഴും എളുപ്പം. കാര്യം അവിടെ സ്വർണ്ണം ഓൾറെഡി വാങ്ങിക്കാൻ വരുന്നവരാണ്. അപ്പോൾ അതുപോലെ വരുന്ന ഒരാളാണ് ഇദ്ദേഹം. അപ്പോൾ ഇങ്ങനെ ഒരാളെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അയാൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ പേജിൽ വരണം. ഇപ്പോഴാണെങ്കിൽ അതും പറ്റില്ല, നമ്മളെ ആദ്യം ഒരു AI ബ്രീഫ് വരും, അതിനകത്തെങ്കിലും നമുക്ക് വേണം. അപ്പോൾ അതിനെ നമ്മൾ AEO, ആൻസർ എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, അല്ലെങ്കിൽ GEO, ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നൊക്കെ പറയാം. ബേസിക്കലി SEOൻ്റെ തന്നെ കുറേ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്, കുറച്ച് അഡീഷണൽ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എന്താ പറയുക, കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാണ്.
അപ്പം ഇപ്പം ഞാൻ എക്സാമ്പിൾ ഇപ്പോൾ ടോപ്പ് ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് ഇൻ കേരള എന്ന് അടിക്കുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ പേര് വരുന്നു വിചാരിക്കുക. അപ്പം മറ്റു പലരുടെ പേരുമുണ്ട്. അപ്പം ഇവർ ഇതിൽ കയറി നോക്കുന്നു. അപ്പം ഇത്രയും പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ നമ്മളെ വെബ്സൈറ്റിൽ എത്തിച്ചു. ഇനി അവിടെ നിന്ന് നമുക്കിതിനൊരു ലീഡാക്കാം. അതാണ് അടുത്ത ടാസ്ക്. അപ്പോൾ അവിടെ നമ്മൾ ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തു വെക്കണം. എന്തെങ്കിലും പല രീതിയിലുള്ള ഫണൽസോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഫണൽസ് പലപ്പോഴും പഴയ ഇതില്ലെങ്കിലും നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരുന്ന ഫണൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സംഭവത്തിന് വെച്ചിട്ട് ഞാൻ ചെയ്തൊരു ഫണലാണ്. ഞാൻ വർക്ക് ചെയ്യുന്നൊരു ഏരിയ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, പല കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും പറയും നിങ്ങളൊരു നിഷിൽ ഫോക്കസ് ചെയ്യണം. എന്തായാലും പറയുന്ന ഉദ്ദേശം ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ബിസിനസ് ഗുരുക്കന്മാർ പറയും ഫോക്കസ് ഓൺ നിഷ് ബ്ലാ 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 കണ്ടുവരും. അപ്പോൾ ഞാൻ ചിന്തിക്കും എനിക്ക് പല കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊരു ഇൻ്റർസെക്ഷനിൽ കൊണ്ടുവരണം. അതായത് ഇപ്പം നിഷ് ഫോക്കസ് ചെയ്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം എറണാകുളത്ത് എടങ്കയുള്ള ദന്ത ഡോക്ടറുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന കമ്പനിയെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിച്ചു. തമാശക്ക് പറയാറുണ്ട്, ഇവനെ റീപ്ലേസ് ചെയ്യാൻ എളുപ്പമാണോ? ഭയങ്കര എളുപ്പമാണ് അല്ലേ? നന്നായി ഡിജിറ്റൽ മാർക്കറ്റ് പഠിച്ചെടുത്തിന് ഇതിനെ കുറിച്ചും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇവന് ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യാം. പക്ഷേ ഒരു ഇൻ്റർസെക്ഷനിൽ വർക്ക് ചെയ്യുന്നവനെ റീപ്ലേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ വർക്ക് ചെയ്യുന്ന നമുക്ക് ബ്രാൻഡിങ് പരിപാടികൾ ഞാൻ ചെയ്യുന്നുണ്ട്, ട്രെയിനിങ് പരിപാടികൾ ഞാൻ ചെയ്യുന്നുണ്ട്, ഫൗണ്ടേഴ്സിൻ്റെ ബ്രാൻഡിങ് പരിപാടികളും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മൂന്നിലും ഇൻ്റർസെക്ഷനിലാണ് ഒരു കമ്പനിയുടെ ക്ലാരിറ്റി വരുന്നത്. അതായത് ബ്രാൻഡിങ് നമ്മൾ എക്സ്റ്റേണൽ ബ്രാൻഡിങ് നമ്മൾ നോക്കുകയാണ്. അപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ക്ലയൻറ്റുമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അതിൻ്റെ ഫൗണ്ടർ ആ ബ്രാൻഡിനെ പൊസിഷൻ ചെയ്യുന്ന ഒരു പ്രീമിയം ബ്രാൻഡായിട്ടാണ്. അതേസമയം ഇതിൻ്റെ എംപ്ലോയീസ് ഇതൊരു എന്താ പറയുക അത്രയൊരു പ്രീമിയം ആയിട്ടല്ലാണ്ട് ചെറിയ ബഡ്ജറ്റിൽ സെല് ചെയ്യുന്ന ലെവലിലാണ് ഇവരിതിനെ മാർക്കറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഓട്ടോമാറ്റിക്കലി ഇത് അലൈൻ ചെയ്യാണ്ട് വരുന്നു. അവർ പറയുന്നത് സെയിൽസ് ഇല്ല, സെയിൽസ് ട്രെയിനിങ് വേണം. പക്ഷെ അവിടെ ഒരു സ്കിൽ പ്രോബ്ലം അല്ല, ഈ ബ്രാൻഡിൻ്റെ ഒരു അലൈൻമെൻറ്റ് കറക്റ്റ് അല്ല. അപ്പോൾ ഈ എക്സ്റ്റേണൽ ബ്രാൻഡിങ്ങും ഇൻറ്റേർണൽ ബ്രാൻഡിങ്ങും അലൈൻ ചെയ്ത് അവരെ ട്രെയിൻ ചെയ്ത് ഫൗണ്ടറേയും കൂടെ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിഷൻ കൂടെ കൊണ്ടുവരുന്ന ഒരു ഇൻ്റർസെക്ഷനിൽ വർക്ക് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഒരു ക്ലാരിറ്റി ഫ്രെയിം വർക്ക് എന്നാണ് ഇൻ്റർസെക്ഷൻ ഫ്രെയിം വർക്ക് എന്നൊക്കെ ഞാൻ വിളിക്കും. അപ്പോൾ ഞാൻ ചെയ്ത പരിപാടി വെച്ചാൽ എൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒരു അസസ്മെൻ്റ് ഉണ്ട്. ഈ അസസ്മെൻറ്റ് ആർക്കും ഫ്രീ ആയിട്ട് ചെയ്യും. അവരോട് ഒരു 15 ചോദ്യങ്ങൾ ചോദിക്കും. അതിനുശേഷം അവർക്ക് കൃത്യമായിട്ട് അവരുടെ ബ്രാൻഡിന് എന്താണ് പ്രശ്നം എന്നുള്ള ഒരു റിപ്പോർട്ട് കിട്ടും. അവർക്ക് മെയിലായിട്ട് പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന് ഒരു റിപ്പോർട്ട് കിട്ടി. അതിൽ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അദ്ദേഹത്തിന് ഹെൽപ്ഫുൾ ആയ സാധനം കൊടുത്തു. ആ റിപ്പോർട്ട് അദ്ദേഹത്തെ ഇമെയിലിലേക്കാണ് പോകുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി ആ വീക്കിൽ 2-3 മെയിൽ ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിൻ്റെ ഇമെയിലിലേക്ക് പോകും. ഇതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ആക്ഷൻ പ്ലാനും ഒക്കെ ആയിട്ട് സാധനം പോകും. അതിൻ്റെ ലാസ്റ്റ് മെയിലിൽ അതിലൊരു ആക്ഷൻ ഐറ്റം ഉണ്ടാവും. ഇഫ് യു വാണ്ട് ടു ബുക്ക് എ കൺസൾട്ടേഷൻ വിത്ത് ജീവൻ ഉത്തമൻ ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൺസൾട്ടേഷൻ ലിങ്ക് ഉണ്ടാവും. ആ ലീഡ് എൻ്റെ മിസ്സായി പോകാൻ എളുപ്പമാണോ? ഇച്ചിരി പാടാണ്. കാര്യം അദ്ദേഹത്തിന് അത്രയും ഇൻപുട്ട് കിട്ടിയോണ്ടാണ് അദ്ദേഹം വന്നത്. ഇനി അദ്ദേഹത്തിനൊരു കൺസൾട്ടേഷൻ മീറ്റിംഗ് ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രോബ്ലംസ് ഓൾറെഡി എനിക്ക് ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ടുണ്ട്. എനിക്കും കാര്യങ്ങൾ എളുപ്പമായി. അപ്പം ഇദ്ദേഹത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു കൃത്യമായിട്ടുള്ള ഒരു ഫണൽ ബിൽഡിങ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ക്വാളിറ്റി അടിപൊളിയായിരിക്കും. ആ വരുന്ന ലീഡിൻ്റെ ക്വാളിറ്റി നമുക്ക് ചുമ്മാ ഒരു ആഡ് കൊടുത്തു വരുന്ന ക്വാളിറ്റി പോലെ അല്ല. അപ്പോൾ അത്തരത്തിൽ നമുക്ക് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ നമ്മൾ കൃത്യമായിട്ട് പൊസിഷൻ ചെയ്ത് നമുക്കതിനൊരു കൃത്യമായിട്ടൊരു ഫണലുണ്ട്. ഇതിനെ നമ്മൾ പ്രോപ്പറായിട്ട് SEO ചെയ്ത് മുകളിൽ എത്തിച്ച് അതിലൂടെ അതിപ്പം SEO തന്നെ വേണമെന്നില്ല. നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ താഴെ ലിങ്ക് വെക്കുന്നതും ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഇനി തിരിച്ച് പ്രക്ഷോഭിലേക്ക് വരുമ്പോൾ ഞാൻ കാണുന്ന ഒരു വലിയൊരു ഇൻപുട്ട് എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം ഒരു ക്ലയൻറ്റോട് സംസാരിച്ചപ്പോൾ നമ്മളൊരു സ്റ്റാറ്റിക്സ് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പ്രക്ഷോഭ പറഞ്ഞു. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന ലീഡ് 600 നമ്പേഴ്സ് ആയിരുന്നു. 600 നമ്പേഴ്സിൽ കൺവേർഷൻ വന്നത് ഇത്ര നമ്പറാണ്. അതിൻ്റെ ഡബിളാണ് അതിനേക്കാളും കുറഞ്ഞ ലീഡിൽ ഈ വർഷം ഈ ഒരു പ്രാവശ്യത്തെ കൺവേർഷനിലേക്ക് പിന്നെ ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് ഉണ്ട്. പക്ഷേ ക്ലയൻറ്റ് എപ്പോഴും മാർക്കറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ലീഡ്സിൻ്റെ ഇഷ്യൂനെ മനസ്സിലാക്കുന്നില്ല. സെയിൽസിൻ്റെ ഒരു സ്റ്റാൻഡേർഡായിട്ട് കാണുകയും അതിനെ കുറ്റം പറയുകയൊക്കെ ചെയ്യുന്ന സിറ്റുവേഷൻ. അതിനെ നമ്മൾ കൃത്യമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് എന്താണ് XYZ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അതിനൊരു എന്താ പറയുക ഒരു പ്രോപ്പർ പ്ലാനിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റി. അപ്പോൾ ഈ സെയിൽസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ എഫിഷ്യൻസി മാനേജ് ചെയ്യുന്നത്? ഒന്ന്, നമ്മളിപ്പോൾ ഒരു കൺസൾട്ടിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഈ ബ്ലെയിം ഗെയിംസ് കൊണ്ട് പ്രയോജനമില്ല. കാര്യം സെയിൽസ് എന്ന് പറയുന്നൊരു സംഭവം ഡെയിലി നടന്നുകൊണ്ടിരിക്കണം. ഈ നടക്കുന്നതിനോടൊപ്പം തന്നെ വേണം ഇതിലുള്ള കറക്ഷൻസും ക്രിയേറ്റ് ചെയ്യാൻ. അതായത് ഒരു വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രോബ്ലംസിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണം. അത്രയും ഒരു ക്രൂഷ്യൽ മോഡലായിരിക്കണം. കാരണം ഒരിക്കലും ഇതെല്ലാം നിർത്തിവെച്ച് നമ്മളിതെല്ലാവരും പഠിപ്പിച്ച് റെഡിയാക്കിയതിന് ശേഷം ഇനി സെയിൽസ് സ്റ്റാർട്ട് ചെയ്യാമെന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ റണ്ണിങ്ങിൽ തന്നെ ഇതിനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്.
അപ്പോൾ ഇതിനെ നമ്മൾ ചെയ്യുന്നൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു അനാലിസിസ് മിനിമം ഒരു 3 ഇയേഴ്സിൻ്റെ ഒരു അനാലിസിസ് എടുക്കും. ലാസ്റ്റ് 3 ഇയേഴ്സിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൽ പഴയ എംപ്ലോയീസ് ഉണ്ടാവും, പുതിയ ആളുകൾ വന്നിട്ടുണ്ടാവും, പക്ഷേ സിസ്റ്റം അങ്ങനെ തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ ആ സിസ്റ്റത്തിൽ നമ്മൾ ഈ പറയുന്ന ലീഡിൻ്റെ സോഴ്സസും അതിൻ്റെ കൗണ്ടും അതേപോലെ തന്നെ ഇവിടെയുള്ള കൺവേർഷൻ റേഷ്യോ ഇതെല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ്ലി അതിനൊരു 3 ടൈംസിലോട്ടൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യുക. സോ വൺസ് ഒരു 3 to 4 ടൈംസ് ഇതിനെ ഡെവലപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനൊരു ഓർഗാനിക് ഗ്രോത്ത് ഉണ്ടാവും. ഈ ഓർഗാനിക് ഗ്രോത്ത് പിന്നെ നമ്മൾ ഇതിനെ എന്താ പറയുക 20 ടൈംസ് 30 ടൈംസ് അങ്ങനെ അതിനെ കൊണ്ടുപോയിക്കോളും, പ്രൊവൈഡഡ് ആ സിസ്റ്റം അതുപോലെ തന്നെ അവിടെ റൺ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തും. നമ്മൾ ഈ അനാലിസിസ് റിപ്പോർട്ടിലാണ് ആദ്യം വർക്ക് ചെയ്യുക. നമ്മൾ പറയുന്ന ബ്ലഫ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഒരിക്കലും സെയിൽസിൽ നടക്കില്ല. കാരണം നമ്പേഴ്സാണ്. എന്തൊക്കെ നടന്നു എന്ന് പറഞ്ഞാലും അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത് എത്ര കൺവേർഷനായി, എത്ര എണ്ണം വിറ്റു എന്നുള്ളതാണ്. 50 എണ്ണം വിൽക്കണമായിരുന്നു, എത്ര എണ്ണം വിറ്റു, ആ നമ്പറിലാണ് കാര്യം. അല്ലാതെ നമ്മൾ 10 മണിക്കൂർ വർക്ക് ചെയ്തു, 200 കോൾ ചെയ്തു, 500 കസ്റ്റമറിനെ കണ്ടു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മന്ത് എൻഡ് ആകുമ്പോൾ ഔട്ട് ഓഫ് 50 എത്രയാണ് നമ്പർ? സോ ഒരു 30 ഔട്ട് ഓഫ് 50 ആണെങ്കിൽ ഒരു ആവറേജ് ആണ്, ഒരു 40 ഔട്ട് ഓഫ് 50 ആണെങ്കിൽ ഒരു ഗുഡ് പെർഫോമൻസ് ആണ്, എബോവ് 50 ആണെങ്കിൽ സൂപ്പർ ഗുഡ്. പക്ഷേ അതിലോട്ടൊക്കെ താഴെയൊക്കെ പോകുന്ന നമ്പേഴ്സിലോട്ട് പോകുമ്പോൾ ആക്ച്വലി സെയിൽസിൽ മാത്രമല്ല പ്രശ്നം എന്നുള്ള റിയാലിറ്റീനെയാണ് നമ്മളവിടെ കാണേണ്ടത് എന്നുള്ളതാണ്. സെയിൽസിലുള്ള പ്രോബ്ലംസ് പിന്നെ മേജറായിട്ട് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഒരു ബാൻ സ്കോറിൻ്റെ കാര്യം പറഞ്ഞു. പലപ്പോഴും സെയിൽസുകാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ലീഡ് കിട്ടി, അപ്പോൾ ഓർഗാനിക് ലീഡിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയാം. ഒരു ഓർഗാനിക് ലീഡ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മളെ സെർച്ച് ചെയ്ത് എത്തിയിരിക്കുന്ന ഒരാളാണ്. അയാളെ പിന്നെ നമ്മൾ വീണ്ടും ഈ അറിയാവുന്ന അതേ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ന് ഇൻഫർമേഷൻസ് ഇസ് ലോഡഡ്. ഒരാൾ ലീഡായിട്ട് വരുമ്പോൾ അയാൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ഇൻഫർമേഷനും ഉണ്ട്. ഇപ്പം ഞാനൊരു പെർട്ടിക്കുലർ സാധനം പർച്ചേസ് ചെയ്യാൻ പറയുമ്പോൾ അത് ഞാൻ ആമസോണിൽ കയറി നോക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുണ്ടാവും, അതിലേതെങ്കിലും AI ചാറ്റ് ബോട്ടിൽ പോയിട്ട് അതിൽ നിന്ന് ഇൻഫർമേഷൻസ് എടുത്തിട്ടുണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനൊരു കസ്റ്റമർ വരുന്നത്. ഈ സെയിൽസ് ഇരിക്കുന്ന ആൾ ഇയാൾക്ക് അറിയുന്ന അതേ ഇൻഫർമേഷൻസ് കൊടുത്തിട്ട് അയാളുടെ അടുത്ത് നിന്ന് ഒരു സെയിൽസ് കൺവേർട്ട് ചെയ്യാം എന്ന് വിചാരിക്കാൻ ഒരിക്കലും നടക്കില്ല. അപ്പോൾ അയാൾക്ക് അവിടെ എഡ്യൂക്കേഷൻ അല്ല ആവശ്യം, ട്രസ്റ്റ് മേജറായിട്ട് ബിൽഡ് ആവണം. പെർട്ടിക്കുലർ ആൾക്ക് ഇതെങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് വാട്ട് ഇസ് ഇൻ ഇറ്റ് ഫോർ മീ എന്നുള്ളതാണ് ചോദ്യം. എനിക്കെങ്ങനെ ഇത് ബെനിഫിറ്റ് ആവുന്നു എന്നുള്ളത് ഞാൻ അവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ശരിക്കും നമ്മുടെ പ്രോഗ്രാമിന് ഇതിനെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? എന്താണ് ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്കം? സെയിൽസിൽ നമ്മളിത് ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും സെയിൽസ് ഹെഡ്സിനെയോ അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സിനെയാണ്. കാര്യം സിസ്റ്റം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സെയിൽസ് ട്രെയിനിങ് എന്നുള്ള ഇതല്ല, ഒരു SOP ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ ഒരു സെയിൽസിൻ്റെ സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ഒരു ആക്ടിവിറ്റിയാണ്. കാരണം സിസ്റ്റം റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലീഡേഴ്സ് വേണം, എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ടീം മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം അവർക്കിപ്പോൾ ഒരു സെയിൽസിന് ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് നമ്മളൊരു കസ്റ്റമൈസ്ഡ് ട്രെയിനിങ് ഒക്കെ നമുക്ക് അവരുടെ കമ്പനിയിൽ പോയി നമുക്ക് അവരുടെ ടീമിന് ചെയ്തു കൊടുക്കാൻ പറ്റും. ഈ ലീഡ് ടു സെയിൽ എന്ന് പറയുന്നതിൽ ആക്ച്വലി ഒരു അവെയർനെസ് ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് നമ്മൾ ബേസിക്കലി പ്രോഗ്രാം കൊണ്ട് മേജറായിട്ട് ഉദ്ദേശിക്കുന്നത്, അതും ലീഡേഴ്സിന് ബേസിക്കലി ഓൺടർപ്രണേഴ്സ് പറയുന്ന പ്രശ്നങ്ങൾ കേൾക്കുന്നത്, ലീഡ് കുറെ കൊടുത്തു, 100 ലീഡ് കൊടുത്തു കഴിഞ്ഞ മാസം, പക്ഷേ കൺവേർഷൻ തീരെയില്ല, 2% ഉള്ളൂ. അതല്ലെങ്കിൽ സെയിൽസിന് ആൾക്കാർ 100 ലീഡ് കിട്ടില്ല, 100 കിട്ടിയ എന്താ 80 ഫോൺ എടുക്കാത്തതാണ്, 10 ബംഗാളിയാണ്, ബാക്കി 10 പേരെ വിളിച്ചിട്ടുണ്ട്, അവർ പിന്നെ ഫോൺ എടുക്കുന്നില്ല. ഇങ്ങനെ പല എക്സ്ക്യൂസസ് ആണ്. അപ്പൊ ഈ ബ്ലെയിം ഗെയിമിനെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന സെയിൽസിന്റെ പെർസ്പെക്റ്റീവിൽ പറഞ്ഞാൽ എന്തായിരിക്കും ഒബ്ജക്റ്റീവ് എന്നുള്ളത്? അപ്പോൾ ലീഡ്സിന്റെ പെർസ്പെക്റ്റീവിൽ എന്തായിരിക്കും ചെയ്യുന്നത്? ലീഡ്സിൻ്റെ പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ നമ്മളെ ഈ ഒരു സെഷന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, നമുക്ക് ഓൾറെഡി ഇപ്പം ഒരു ലീഡ് ജനറേഷൻ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇവർ തന്നെ ഒന്ന് സെൽഫ് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു എന്താ പറയുക ഹെൽത്ത് പരിപാടി, അതിൻ്റെ ഒരു ഹെൽത്ത് സ്കോർ ഒരു ടൂൾ അവർ പ്രാക്ടീസ് ചെയ്ത് അതിലൂടെ അവർ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതായത് എക്സിസ്റ്റിംഗ് അവരുടെ അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ നോക്കി ഇവർക്ക് ഇതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാക്കണം. ഇനി ഇതിലേക്ക് ക്വാളിറ്റി ലീഡ്സിനെ കൊണ്ടുവരാൻ ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, അത് ചിലപ്പോൾ കൃത്യമായിട്ട് അതിന് മുമ്പേ ഉള്ള കാര്യങ്ങൾ, അതായത് കൃത്യമായിട്ട് ഇവർ എങ്ങനെ അത് ബ്രാൻഡ് പൊസിഷനിങ് ചെയ്ത് അതനുസരിച്ചുള്ള ക്വാളിറ്റി ലീഡ്സിനെ എങ്ങനെ ഇതിലേക്ക് എത്തിക്കാം, അതനുസരിച്ച് നമുക്ക് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഈ പറഞ്ഞ ലീഡ്സ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് വരെയുള്ള നമ്മളെ കാര്യങ്ങൾ ഇപ്പോൾ കൃത്യമായിട്ടൊരു ഒരു വർക്ക്ഷോപ്പിലൂടെ ഇവർക്ക് തന്നെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്റ്റാഫിൻ്റെ എഫിഷ്യൻസി കൂട്ടിക്കൊണ്ട് പെർസെൻറ്റേജ് ഓഫ് കൺവേർഷൻസ് എങ്ങനെ കൂട്ടി ഒരു ബെറ്റർ സെയിൽസ് സിസ്റ്റം നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇത് രണ്ടും പഠിപ്പിക്കുന്ന ഒരു ഫുൾ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് ലീഡ് ടു സെയിൽസ്.
ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ, അതിലൂടെ നിങ്ങളുടെ സെയിൽസും നിങ്ങളുടെ ലീഡ്സും എല്ലാം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകാനും അതിലൂടെ തന്നെ ഓർഗനൈസേഷൻ്റെ ഒരു സ്റ്റഡി ഗ്രോത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.